ഓക്കെ, അപ്പം ആന്റിപാർട്ടം ഹെമറേജ്. ആന്റിപാർട്ടം ഹെമറേജ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ബ്ലീഡിങ് ഫ്രം ദ ജെനൈറ്റൽ ട്രാക്ട് ആഫ്റ്റർ ഫീറ്റൽ വയബിലിറ്റി ആൻഡ് ബിഫോർ ഡെലിവറി. ഫീറ്റൽ വയബിലിറ്റി ആയതിനു ശേഷവും ഡെലിവറിക്ക് മുന്നുള്ള ആ ഒരു പീരിയഡിൽ ഉണ്ടാവുന്ന ജെനൈറ്റൽ ബ്ലീഡിംഗ് ആണ്. അപ്പം ഫീറ്റൽ വയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 22 weeks ഓഫ് ഗസ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കിനും നമുക്ക് ഫീറ്റൽ വയബിലിറ്റി എത്തും. അപ്പം ആ ഒരു പീരിയഡിന് ശേഷം ആ ഒരു 22 weeks മുതൽ ഒരു 38 അല്ലെങ്കിൽ 36 to 38 weeks വരെയുള്ള ആ ഒരു പീരിയഡിൽ ഉണ്ടാവുന്ന ജെനൈറ്റൽ ബ്ലീഡിങ്ങിനെ നമ്മൾ ആന്റിപാർട്ടം ഹെമറേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇതിന്റെ കോസസ് എന്തൊക്കെയാണ്? ഇതിന്റെ കോസസ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് പ്ലാസെന്റ പ്രീവിയ. ഓക്കെ, placenta previa, abruptio placenta, circumvallate placenta, vasa previa, പിന്നെ unclassified indeterminate hemorrhageകൾ, ലോക്കൽ കോസസ് ആയിട്ടുള്ള പോളിപ്പ്, CA cervix അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ കാര്യമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പ്ലാസെന്റ പ്രീവിയനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇന്ന് പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രസൻസ് ഓഫ് placental tissue over or adjacent. placental tissue presence ആണ് placental tissue over or adjacent to the internal os. internal os ന്റെ adjacent ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിലായിട്ടോ കവർ ചെയ്തിരിക്കുന്ന പ്ലാസെന്റൽ ടിഷ്യൂനെയാണ് നമ്മൾ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത് പ്ലാസെന്റൽ ടിഷ്യൂ ഓവർ അല്ലെങ്കിൽ അതിന്റെ അഡ്ജസന്റ് ആയിട്ട് ഇന്റേണൽ ഓസിന്റെ ഓവർ അല്ലെങ്കിൽ അഡ്ജസന്റ് ആയിട്ട് പ്ലാസെന്റൽ ടിഷ്യൂ ഇരിക്കുന്നു. അതാണ് പ്ലാസെന്റ പ്രീവിയ. ഓക്കെ, നെക്സ്റ്റ്. ഇത്രയും ഡെക്കറേഷൻ വേണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മള് ഇപ്പം ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാല് പ്ലാസെന്റ ഇന്റേണൽ ഓസ് ആണ്. ഇന്റേണൽ ഓസിന്റെ മേൽഭാഗത്തായിട്ട് പ്ലാസെന്റൽ ടിഷ്യൂ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഇതിനെയാണ് പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ്. ഇത് ബ്ലീഡിങ് ഉണ്ടാവുന്ന കാണിക്കുന്നതാണ്. അബ്രപ്ഷ്യോ പ്ലാസെന്റ പിന്നെ പ്ലാസെന്റ പ്രീവിയയില് ഇങ്ങനെ എന്തോ പ്ലാസെന്റൽ ടിഷ്യൂ വന്നിരിക്കുന്നു. ബ്ലീഡിങ് ഡയറക്ട്ലി ഇന്റേണൽ ഓസിലൂടെ ബ്ലീഡിങ്. നെക്സ്റ്റ്. ഓക്കെ, നമ്മൾ ഈ പ്ലാസെന്റ പ്രീവിയനെ മുമ്പ് ഒരു പഴയ ക്ലാസിഫിക്കേഷൻ, ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പഴയതായിട്ട് നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ 4 ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ലോ ലൈങ് പ്ലാസെന്റ അല്ലെങ്കിൽ ലാറ്ററൽ പ്ലാസെന്റ പ്രീവിയ. ടൈപ്പ് 2 എന്ന് പറയുന്നത് മാർജിനൽ. ടൈപ്പ് 3 പാർഷ്യൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സെൻട്രൽ. ടൈപ്പ് 4 എന്ന് പറയുന്നത് ടോട്ടൽ സെൻട്രൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്ലാസെന്റ പ്രീവിയ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് കാണാം, ഇതാണ് ടൈപ്പ് 1 ലാറ്ററൽ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത്. ടൈപ്പ് 1 ആണ് ഈ കാണിക്കുന്നത്. ടൈപ്പ് 1 പ്ലാസെന്റ പ്രീവിയ ആണ്. അപ്പം ഇത് ലാറ്ററൽ അല്ലെങ്കിൽ ലോ ലൈങ് പ്ലാസെന്റ പ്രീവിയ ആണ്. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്ലാസെന്റൽ ടിഷ്യൂ എന്താ പറയാ, ഇന്റേണൽ ഓസിനെ കവർ ചെയ്യുന്നില്ല, പക്ഷെ ഇന്റേണൽ ഓസിന്റെ അടുത്തായിട്ട് പ്ലാസെന്റൽ ടിഷ്യൂ ഉണ്ട്. അതിനെയാണ് ലോ ലൈങ് പ്ലാസെന്റ എന്ന് വെച്ചാൽ. നമുക്ക് ഇപ്പം ഈ ലോ ലൈങ് പ്ലാസെന്റയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ നമ്മളൊരു ഏർലി ഗസ്റ്റേഷൻ ഏജിൽ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ചുകൂടെ 32 weeks ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പം ഇത് ഇന്റേണൽ ഓസിന്റെ മുകളിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ലോ ലൈങ് പ്ലാസെന്റ ഫസ്റ്റ് ടൈപ്പ് ആണ്. ടൈപ്പ് 2 എന്ന് പറയുന്നത് മാർജിനൽ പ്ലാസെന്റ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാർജിൻ, ഇപ്പൊ ഈ താഴത്തെ ഈ സർക്കിൾ നോക്കണേ. അപ്പം ഇതിന്റെ ഇന്റേണൽ ഓസ് ആണ് ഈ ഡോട്ട് പോലെ സെൻട്രൽ ഉള്ളത്. അപ്പം ഈ ഇന്റേണൽ ഓസിന്റെ മാർജിനിൽ അത് എത്തുന്നുണ്ട്, പക്ഷെ ഇന്റേണൽ ഓസിനെ കവർ ചെയ്യുന്നില്ല. ഇതിനെയാണ് മാർജിനൽ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത്. ടൈപ്പ് 3 എന്ന് പറയുന്നത് പാർഷ്യൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് പ്ലാസെന്റ പ്രീവിയ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പാർഷ്യൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഇന്റേണൽ ഓസ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ്, പ്ലാസെന്റ അതിന്റെ മുകളിലുണ്ട്. അപ്പൊ നമുക്ക് തോന്നും അത് കവർ ചെയ്തിരിക്കുകയാണെന്ന്, പക്ഷെ അല്ല. ഇത് ഇന്റേണൽ ഓസ് ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ്, ഈ പ്ലാസെന്റ അതിനെ പാർഷ്യൽ ആയിട്ട് കവർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ പാർഷ്യൽ അല്ലെങ്കിൽ
ഇൻകംപ്ലീറ്റ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്നത്. പിന്നുള്ളത് ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് പ്ലാസന്റ് ഇന്റേണൽ ഓസിന്റെ പ്ലാസന്റ ഫുള്ളി കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 ലോ ലൈയിങ്, ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ മാർജിനൽ, കാരണം മാർജിൻ ഓഫ് ദി ഇന്റേണൽ ഓസിൽ അത് എത്തിയിട്ടുണ്ട്. ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കിനും പാർഷ്യൽ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്. ടൈപ്പ് 4 എന്ന് പറയുമ്പോഴത്തേക്കിനും കംപ്ലീറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് മൈനർ ആയിട്ടും ഇതിനെ മേജർ ആയിട്ടും. ഓക്കെ, മേജർ ആയിട്ടും. അപ്പം മേജർ എന്തായാലും റിസ്ക് ആണ്. മൈനറില് ഈ മൈനറിനെ തന്നെ നമ്മൾ എന്താ പറയാ, ആന്റീരിയർ ആയിട്ടും പോസ്റ്റീരിയർ ആയിട്ടും നമുക്ക് വീണ്ടും പറയാം. ഓക്കെ, ആന്റീരിയറിൽ കിടക്കുന്നു, പോസ്റ്റീരിയറിൽ കിടക്കുന്നതായിട്ട് നമുക്ക് പറയാം. ഇതിൻ്റെ അകത്ത് ടൈപ്പ് 2ന്റെ പോസ്റ്റീരിയർ, ടൈപ്പ് 2ന്റെ പോസ്റ്റീരിയർ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എടാ നെക്സ്റ്റ് പേജ് എടുക്കോ. നെക്സ്റ്റ്. ഓക്കെ, ടൈപ്പ് 2ന്റെ പോസ്റ്റീരിയർ എന്തുകൊണ്ടാണ് ഇത്രയും ഡേഞ്ചറസ് ആയെന്നുണ്ടെന്ന് അപ്പം ഇത് നോക്കി. ഇത് നമ്മുടെ ഇങ്ങനെ പോയത് ടൈപ്പ് 2ന്റെ നോക്കിക്കഴിഞ്ഞാല് ഇത് നമ്മുടെ സേക്രൽ പാർട്ട്, ഇത് നമ്മുടെ പ്യൂബിക്, സേക്രം, ഇവിടെ പ്യൂബസ്. ഓക്കെ, അപ്പം ഇത് നമ്മൾ കാണുന്നതാണ് നമ്മുടെ ടൈപ്പ് 2 ആയിട്ട് കിടക്കുന്ന പോസ്റ്റീരിയർ പ്ലാസന്റ ആണ്. പോസ്റ്റീരിയർ ആയിട്ട് കിടക്കുന്ന പ്ലാസന്റ പ്രീവിയ ആണ്. ഓക്കെ, പോസ്റ്റീരിയർ പ്ലാസന്റ എന്ന് വെച്ചാൽ മാർജിനൽ ആയിട്ട് കിടക്കുന്ന പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ. ഓക്കെ, ഇത് ആന്റീരിയർ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിപ്പം ആന്റീരിയറിന്റെ ആവശ്യം ഇല്ല, നമുക്ക് ടൈപ്പ് 2 പറഞ്ഞാൽ മതി. ആന്റീരിയർ കഷ്ടം. ഓക്കെ, ആന്റീരിയർ, ഇത് പോസ്റ്റീരിയർ. അപ്പം ഈ പോസ്റ്റീരിയർ എന്തുകൊണ്ടാണ് ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഫീറ്റസിന്റെ ഹെഡ് താഴോട്ട് വന്നു. ഓക്കെ, ഈ ഫീറ്റസിന്റെ ഹെഡ് പോയി, ഫീറ്റസിന്റെ ഹെഡ് താഴോട്ട് വന്നു. ഈ ഫീറ്റസിന്റെ ഹെഡ് താഴോട്ട് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ഈ പ്ലാസന്റ ഈ സേക്രത്തിന്റെയും ഫീറ്റൽ ഹെഡിന്റെയും ഇടയിൽ വെച്ചിട്ട് കംപ്രസ് ആവും. ഓക്കെ, ഡെലിവറി ടൈമിൽ ഫീറ്റൽ ഹെഡ് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഈ ഫീറ്റൽ ഹെഡിന്റെയും ഈ സേക്രത്തിന്റെ ഇടയിൽ ഈ പോസ്റ്റീരിയർ പ്ലാസന്റ കംപ്രസ്ഡ് ആയി പോയി, ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടായി, അസ്ഫിക്സി അടിച്ച് കുട്ടിക്ക് ഡെത്ത് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മാർജിനൽ ടൈപ്പ് 2 ആയിട്ടുള്ള പോസ്റ്റീരിയർ പ്ലാസന്റ കുറച്ചുകൂടി ഡേഞ്ചറസ് ആണെന്ന് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഈ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് നമ്മൾ എന്താ പറയാ, ഈ സെർവൈക്കൽ ഡയലറ്റേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മള് ഇത് പഴയ ക്ലാസിഫിക്കേഷൻ ആണ്. എടാ നെക്സ്റ്റ് പേജ് എടുക്കോ. പുതിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ്. പുതിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് പ്ലാസന്റ പ്രീവിയ, മറ്റൊന്ന് ലോ ലൈങ് പ്ലാസന്റ. ലോ ലൈങ് പ്ലാസന്റ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് കാണുന്നതാണ് ലോ ലൈങ് പ്ലാസന്റ. അപ്പം ജസ്റ്റ് അതിന്റെ മാർജിൻസിൽ എവിടെയെങ്കിലും വന്ന് കിടക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈങ് എന്ന് പറയുമ്പോൾ പ്ലാസന്റ വിത്തിൻ 2 സെന്റിമീറ്റർ ഓഫ് ദി ഇന്റേണൽ ഓസ്. ഇന്റേണൽ ഓസിന്റെ 2 സെന്റിമീറ്ററിന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും, ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഈ പ്ലാസന്റ കിടക്കുന്നതിന് നമ്മൾ ലോ ലൈങ് പ്ലാസന്റ എന്ന് പറയും. അതേസമയം ഇന്റേണൽ ഓസിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട് കവർ ചെയ്യുന്നതിനെയോ നമ്മള് പ്ലാസന്റ പ്രീവിയ എന്ന് പറയും. ഓക്കെ, ഇത് പ്ലാസന്റ പ്രീവിയ, അത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ പാർഷ്യലി ഇന്റേണൽ ഓസിനെ കവർ ചെയ്യുന്നു. ലോ ലൈങ് പ്ലാസന്റ എന്ന് പറയുമ്പോഴത്തേക്കിനും പ്ലാസന്റ വിത്തിൻ 2 സെന്റിമീറ്റർ, ഇന്റേണൽ ഓസിന്റെ 2 സെന്റിമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും പ്ലാസന്റ ഉണ്ടാവും. ഇതിനാണ് ലോ ലൈങ് പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പം രണ്ടായിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് ക്ലാസിഫിക്കേഷൻ. കറന്റ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്യുന്നത് മുമ്പത് ഡയലേഷൻ എങ്ങനെയാണ്, ഇന്റേണൽ ഓസിന്റെ ഡയലേഷൻ വെച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തത്. ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അൾട്രാസൗണ്ട് വഴി എന്താണ്, ഇന്റേണൽ ഓസിന്റെയും എന്താ പറയാ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. പ്ലാസന്റയുടെ എഡ്ജ് ആണ് ഈ റൗണ്ട് ആയിട്ട് വരയ്ക്കുന്നത്. ഈ പ്ലാസന്റയുടെ എഡ്ജ്, ഇതിപ്പോ ഇന്റേണൽ ഓസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ്.
അല്ലടാ ബാക്ക് അടിച്ചേ, ലാസ്റ്റ് ഇതിന് മുമ്പത്തെ പേജ് എടുക്കാമോ? അടുത്ത നെക്സ്റ്റ്. എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് പ്ലാസന്റ പ്രീവിയൽ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ പറഞ്ഞു ഒരു വയബിലിറ്റി ഒക്കെ എത്തി ഉള്ള ഒരു ടൈമിലാണ്, ഒരു 22 to 36 വീക്സിലാണ് മിക്കവാറും ഈ ബ്ലീഡിങ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 1/3 വിമൻസിലും ഒരു 30th വീക്ക് മുതലാണ്, 30th വീക്ക് ഓഫ് ഗെസ്റ്റേഷൻ മുതലാണ് നമുക്ക് ബ്ലീഡിങ് ആയിട്ട് പേഷ്യന്റ് വരാറ്. അപ്പം ഈ ഒരു ടൈം എന്ന് പറയുമ്പോഴത്തേക്കിനും കുട്ടി താഴോട്ട് വരുന്ന ഒരു ടൈമാണ്. അതേപോലെ തന്നെ പ്രൈമറി ഗ്രാവിഡിക്കൊക്കെ ലേബർ ടൈം ഒക്കെ ആകുമ്പോഴാണ്, ലേബേഴ്സ് ഓൺസെറ്റിലായിരിക്കും ഈ ആദ്യത്തെ ബ്ലീഡിങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം ഇതിന്റെ കാരണം എന്താണെന്ന് പറയുന്നത്, ഒന്ന് ഫോർമേഷൻ ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ആരൊക്കെ ചേർന്നിട്ടാണ് ഫോം ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ ഇന്റേണൽ ലോസ് എവിടെയാണ് ഇതിന്റെ ഇടയില്? ഹലോ, ഇതിന്റെ ഇടയില് നമ്മുടെ ഇന്റേണൽ ലോസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്റേണൽ ലോസ് ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പൊ ഈ ഇന്റേണൽ ലോസ് ചോദിച്ചു ഞാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ഫോം ചെയ്യുന്നതാണ് ഒരു കാരണം. അപ്പം ഇത് കാരണം എന്തുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ലോസ് ഇതാണ്. ഓക്കെ, ഈ ഇന്റേണൽ ലോസിന്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ആയിട്ടാണ് നമ്മുടെ പ്ലാസന്റ കിടക്കുന്നത്. അപ്പം ഈ ഇന്റേണൽ ലോസ് ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ പ്ലാസന്റ സെപ്പറേഷൻ തുടങ്ങും. ഓക്കെ, ഡയലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ പ്ലാസന്റ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഒന്ന്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചു അപ്പർ യൂട്രൈൻ സെഗ്മെന്റിന് കൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, അതേസമയം ലോവർ യൂട്രൈൻ സെഗ്മെന്റിന് കൺട്രാക്ഷന്റെ കഴിവില്ല. ഓക്കെ, അപ്പർ യൂട്രൈൻ സെഗ്മെന്റിന്റെ ഈ കൺട്രാക്ഷൻ കാരണമാണ് അവിടുത്തെ വെസൽസ് എല്ലാം കൺസ്ട്രിക്ട് ആവുന്നതും ബ്ലീഡിങ് പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഒക്കെ തടയുന്നത്. അതേസമയം ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ അകത്ത് ഈ പ്ലാസന്റയും അതിന്റെ വെസൽസും ഒക്കെ ഇരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ കൺട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ല, സോ ഈ വെസൽസിനെ ആരും കൺസ്ട്രിക്ട് ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പം അത് കാരണം ഈ ബ്ലീഡിങ് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇന്നെവിറ്റബിളും ആയിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഈ സെപ്പറേഷൻ കാരണം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാരണങ്ങൾ. അപ്പം ഒന്ന് ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ ഫോർമേഷൻ, രണ്ട് എന്താ പറയാ ഈ മസിൽസിന്റെ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് മസിൽസിന്റെ കൺട്രാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വെസൽസ് കൺസ്ട്രിക്ട് ആവാത്തതാണ് മറ്റൊരു കാരണം. അതുകൊണ്ടാണ് ഈ ബ്ലീഡിങ് പ്ലാസന്റ പ്രീവിയൽ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് ഇനി നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിലോട്ട് വരാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് പ്ലാസന്റ പ്രീവിയ എന്ന് പറയുമ്പോഴത്തേക്കിനും മുമ്പുള്ള കാര്യങ്ങൾ, പ്രയർ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം മെയിൻ ആയിട്ടും റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ ആണ്. പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ ഉള്ളവർക്ക് ഒരു 4 times ഗ്രേറ്റർ ചാൻസ് ആണ് ഈ പ്ലാസന്റ പ്രീവിയ വരാനായിട്ട്. ഇൻസിഡൻസിന് 4 times ഗ്രേറ്റർ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം വേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൾട്ടി പാരിറ്റി, പിന്നെ മെറ്റേണൽ ഏജ് 35 ഇയേഴ്സിന് എബവ് ആണെങ്കിൽ 4 folds ഇൻക്രീസ് ചാൻസ് ഉണ്ട്. കാര്യമില്ല. മെറ്റേണൽ ഏജ് എന്ന് പറയുമ്പം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഫാക്ടേഴ്സ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ പ്രസൻസ് ഓഫ് യൂട്രൈൻ സ്കാർ, എന്തെങ്കിലും സിസേറിയൻ സെക്ഷനോ മയോമെക്ടമി എന്തെങ്കിലും. ഈ ഹിസ്റ്റെക്ടമിയിൽ ഒരു കാര്യമില്ല കേട്ടോ, നടക്കത്തില്ലല്ലോ. പിന്നെ പ്രയർ ആയിട്ട് എന്തെങ്കിലും ക്യൂറേറ്റേജ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, പ്രീവിയസ് ആയിട്ട് പ്ലാസന്റ പ്രീവിയ വന്നിട്ടുണ്ടോ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണോ, പിന്നെ പ്ലാസന്റയുടെ സൈസോ അബ്നോർമാലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, 6 to 8 പ്ലാസന്റ ആണോ, അല്ലെങ്കിൽ വലിയ പ്ലാസന്റ, അങ്ങനെയുള്ള സംഭവം ഗ്രാവിറ്റി കാരണം താഴോട്ട് വന്നതാവാം. ഓക്കെ, അല്ലെങ്കിൽ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് പ്ലാസന്റ ഹൈപ്പർട്രോഫി ഉണ്ടാക്കാം, പ്ലാസന്റൽ ഹൈപ്പർട്രോഫി ഉണ്ടാക്കാം, കാർബൺ മോണോക്സൈഡ് ഇൻഡ്യൂസ്ഡ് ഹൈപ്പോക്സീമിയ ഇങ്ങനെയൊക്കെ വന്നിട്ടും പ്ലാസന്റ പ്രീവിയ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളുടെ എസ്സേസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഒറ്റ ഒരു കാര്യമേ ആലോചിക്കാനുള്ളൂ, ബ്ലീഡിങ്, വെജൈനൽ ബ്ലീഡിംഗ് എന്ന്
പറയുമ്പോഴത്തേക്കിനും ഇത് എന്താണ്, പെയിൻലെസ് ബ്ലീഡിംഗ് ആണോ പെയിൻഫുൾ ബ്ലീഡിംഗ് ആണോ അതിൻ്റെ അകത്ത് പറയുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പെയിൻലെസ് വജൈനൽ ബ്ലീഡിംഗ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും പ്ലാസന്റ പ്രീവി ആയിരിക്കും. ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നും അറിയത്തില്ല, ബ്ലീഡിങ് നടന്നു എന്ന് പോലും അറിയാതെ ചിലപ്പം ഒരു പൂൾ ഓഫ് ബ്ലഡ് എന്നായിരിക്കും മോർണിംഗ് എണീക്കുമ്പം ലൈക് പേഷ്യന്റ് തന്നെ കാണുന്നത്. ആ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഇത് പ്രസന്റ് ചെയ്യുന്നത്. സഡൻ ഓൺസെറ്റ് ആയിരിക്കും, പെയിൻലെസ് ബ്ലീഡിംഗ് ആയിരിക്കും, അപ്പാരന്റ്ലി കോസ്റ്റ്ലെസ്, ഒരു ജോലി ഇല്ലാണ്ട് ചുമ്മാ ഇരിക്കും കാരണം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കായിരിക്കും ഇങ്ങനെ ബ്ലീഡിങ് ആയിരിക്കുന്നത്. അപ്പം ഇത് റിക്കറന്റ് ആയിട്ട് വരികയും ചെയ്യും, ഇതിന്റെ സെപ്പറേഷൻ അനുസരിച്ചിട്ട് അത് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്താടാ പറഞ്ഞു. വാർണിംഗ് ഹെമറേജ് മെയിൻ ആയിട്ട് പ്രൈമറി ഗ്രാവിഡിക്ക് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ലേബർ ടൈം ഓഫ് ലേബറിലൊക്കെ ആയിരിക്കും പ്രൈമറി ഗ്രാവിഡിക്കൊക്കെ അത് വരുന്നത്, വാർണിംഗ് ഹെമറേജ് ഫസ്റ്റ് ഹെമറേജ് ആയിട്ട് വരുന്നത്. ബ്ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റീവായിട്ടും അൺറിലേറ്റഡ് ആയിരിക്കും ഈ വരുന്ന ബ്ലീഡിങ്. കാരണം എന്താ പറയാ, പ്ലാസന്റ എന്താ പറഞ്ഞ ഇപ്പം എന്തെങ്കിലും ട്രോമ, ടെൻഷൻ, അതൊക്കെ പ്ലാസന്റൽ സെപ്പറേഷനുള്ള ഒബിയസ് കോസസ് ആണ്. പക്ഷെ ഇത് പേഷ്യന്റ് മിക്കവാറും വരുന്നത് ലൈക്ക് ഒരു കോസും നമുക്ക് പ്രത്യേകിച്ച് ബ്ലീഡിങ്ങിന് പറയാൻ പേഷ്യന്റ് കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല, ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ ഫസ്റ്റ് ബൗട്ട് ഓഫ് ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അലാമിംഗ് റേറ്റിലായിരിക്കും ബ്ലീഡിങ് വരുന്നത്. ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്താ പറയാ മിക്കവാറും 38 വീക്സിന് ബിഫോർ ആയിട്ടായിരിക്കും. ഓക്കെ, ഇത് അപ്പം ഒരു കാര്യം മറക്കരുത്, എന്താണ്, വജൈനൽ ബ്ലീഡിംഗ് ആണ്, അതും പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്. ഇതിനാകെയുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് വജൈനൽ ബ്ലീഡിംഗ്, പെയിൻലെസ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗ് ആണ്. നെക്സ്റ്റ്, ഓക്കെ, സൈൻസ് നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാലർ. കാരണം ഇത്രയും ബ്ലഡ് ലോസ് ഉള്ളത് കാരണം ചിലപ്പോൾ ഒരു അനീമിയ, അത് കാരണം ഒരു പാലർ ഉണ്ടാവാം. പിന്നെ നമ്മൾ അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കും. അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സൈസ് ഓഫ് യൂട്രസ്, അത് ഗെസ്റ്റേഷണൽ ഏജ് എത്രയാണോ അത് ഇതാക്കിയിട്ടുള്ള യൂട്രൈൻ സൈസ് ഉണ്ടാവും. പിന്നെ യൂട്രസിന്റെ ഫീലും വളരെ റിലാക്സ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കുകയായിരിക്കും, അതിലൊന്നും ഒരു കാര്യവും കാണിക്കത്തില്ല. പിന്നുള്ളത് പെർസിസ്റ്റൻസ് ഓഫ് മാൽ പ്രസന്റേഷൻ. എന്തെങ്കിലും കാണിക്കും. കാരണം ഇപ്പം എന്താ പറയാ, പ്ലാസിന്റെ താഴെ വന്നിരിക്കുകയാണ്, ഇപ്പം എൻഗേജ്മെന്റ് ചെയ്യേണ്ട ഒരു ടൈം ഒക്കെയാണ്, പ്ലാസിന്റെ താഴെ വന്നിരിക്കുകയാണ്, അപ്പം കുട്ടിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും അത് ബ്രീച്ച് പ്രസന്റേഷൻ ഒക്കെ ആയിരിക്കും കുട്ടി ഇരിക്കുന്നത്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ലൈ ഒക്കെ ആയിരിക്കും കുട്ടി കാണിക്കുന്നത്. അപ്പം അതൊരു കാരണമാവാം. ഈ മിക്കവാറും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മാൽ പ്രസന്റേഷൻ കാണിക്കും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഹെഡ് ഇസ് ഫ്ലോട്ടിങ് പറഞ്ഞല്ലോ, ഹെഡ് എൻഗേജ് ചെയ്യാൻ പറ്റാത്ത ഇരിക്കുന്ന ടൈം ആണെങ്കിൽ ആ ലൈക്ക് എൻഗേജ്മെന്റ് ടൈം ആയിട്ട് പോലും ഹെഡ് ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പം ഹെഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അത് കാണിക്കുന്നത്. അപ്പം ഹെഡിനെ താഴോട്ട് പുഷ് ചെയ്ത് പോവാൻ പറ്റുന്നില്ല, പെൽവിസിലോട്ട് പോവാൻ പറ്റുന്നില്ല, അതെന്തോ തടയുന്നുണ്ട്. അപ്പം അത് അങ്ങനെയൊക്കെ നമുക്ക് സയൻസ് കിട്ടാം അതിൻ്റെ അകത്ത്. പിന്നുള്ളത് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നോക്കുമ്പോഴാണ്. ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നോക്കുമ്പോൾ നമുക്ക് യൂഷ്വലി ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും എന്തെങ്കിലും പ്രശ്നം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എന്താ അമ്മ അത്രയ്ക്ക് ഒരു ഡിസ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രെസ്ഡ് ആയിട്ടാണ് പേഷ്യന്റ് വരുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് ബ്ലീഡിങ് ഉണ്ടായി കുട്ടിക്കും അതേപോലെ ഹൈപ്പോക്സിയ അടിച്ചിട്ടൊരു കണ്ടീഷനിൽ വരികയാണെങ്കിൽ കുട്ടിയുടെയും ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേൾക്കാതിരിക്കാം, ഫീബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ നമ്പർ കുറയാം. അപ്പം അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് യൂഷ്വലി നമുക്ക് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെ എന്താ പറയാ, ഇപ്പം നമ്മളൊരു സൈൻ എലിസിറ്റ് ചെയ്ത് നോക്കുന്നത് സ്റ്റാൽവർത്തി സൈൻ ആണ്. സ്റ്റാൽവർത്തി സൈൻ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മള് സ്ലോയിങ് എന്താ പറയാ, നമ്മള് ഫീറ്റസിന്റെ ഹെഡ് പതുക്കെ നമ്മള് പെൽവിസിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സ്ലോലി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മളുടെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് സ്ലോ ആവും. ഓക്കെ, പിന്നെ അത് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കിനും ഹാർട്ട് സൗണ്ട് പഴയതുപോലെ ആവും, റിക്കവർ ആവും. ഓക്കെ, ഒരു സഡൻ റിക്കവറി ഉണ്ടാവും ഹാർട്ട് സൗണ്ടിൽ. അപ്പം ഇത് മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ലൈങ് പ്ലാസന്റ ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ ആയിരിക്കാം. പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ അല്ലെങ്കിൽ ലോ ലൈങ് പ്ലാസന്റ ആയിരിക്കും. എവിടെ പോവാ? ഓക്കെ, അപ്പം സയൻസ് പറഞ്ഞതില് പാലർ ഉണ്ടാവാം,
പിന്നെ അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും യൂട്രൈൻ സൈസ് ഒക്കെ അപ് ടു ദ ഗെസ്റ്റേഷണൽ ഏജ് ആയിരിക്കും. യൂട്രസ് ഫീൽ ചെയ്യുന്നത് സോഫ്റ്റ് റിലാക്സ്ഡ് ഒക്കെ ആയിരിക്കും. അതിൻ്റെ അകത്തൊന്നും ഒരു സയൻസ് കാണിക്കില്ല. മാൽ പ്രസന്റേഷൻ ചിലപ്പം കാണിക്കാം, ബ്രീച്ച് ആയിട്ടോ ആയിട്ട് മാൽ പ്രസന്റേഷൻസ് കൂടുതലായിട്ടും കാണിക്കാം. ഫീറ്റൽ ഹെഡ് ഫ്ലോട്ടിംഗ് ആയിട്ട് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് നമുക്ക് നോർമലി ഹേർഡ് ആണ്. പിന്നെ നമ്മൾ സ്റ്റാൽവർത്തി സൈൻ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോലി വി ഹാവ് ടു പ്രസ് ദ ഹെഡ് ഓഫ് ദ ഫീറ്റസ് ടുവേർഡ്സ് ദ പെൽവിസ്. സോ ആ ഒരു ടൈമിൽ വി ക്യാൻ നോട്ട് ദ സ്ലോയിങ് ഓഫ് ദ ഹാർട്ട് റേറ്റ്. പിന്നെ അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കിനും അബ്രപ്റ്റ് ആയിട്ടുള്ള റിക്കവറിയും കാണിക്കും. ഇതിനെയാണ് സ്റ്റാൽവർത്തി സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ, അടുത്തത് വജൈനൽ എക്സാമിനേഷൻ. വജൈനൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ബൾബൽ എക്സാമിനേഷൻ നമ്മൾ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബ്ലീഡിങ് സ്റ്റിൽ ഒക്കറിങ് ആണോ അതോ സീസ്ഡ് ആയോ, ബ്ലഡിന്റെ കളർ എന്താണ്, ബ്രൈറ്റ് റെഡ് ആണോ ഡാർക്ക് കളേർഡ് ആണോ, എത്ര ബ്ലഡ് ലോസ് ഉണ്ടായി, ക്ലോത്തിങ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ എത്ര ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടായി എന്ന് മനസ്സിലാവും. പിന്നെ പ്ലാസന്റ പ്രീവിയുടെ നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് റെഡ് കളേർഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസന്റ യൂട്രോ പ്ലാസന്റൽ സൈനസ് എന്നാണല്ലോ, ഈ സെപ്പറേറ്റഡ് ആയിട്ടുള്ള യൂട്രോ പ്ലാസന്റൽ സൈനസ് എന്നാണ് ഈ ബ്ലഡ് വരുന്നത്. അപ്പം അത് ക്ലോസ് ടു ദ സർവൈക്കൽ ഓപ്പണിംഗ് ആണ്. അപ്പം ഫ്രഷ് ബ്ലഡ് ആണ്. അപ്പം അത് അത്രയും ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിരിക്കും. വജൈനൽ എക്സാമിനേഷൻ ഇതിൻ്റെ അകത്ത് ഒരു ഊട്ടിയിലല്ലാണ്ട് വെളിയിൽ വെച്ചിട്ട് ചെയ്താലോ എന്ന് ചിന്തിക്ക പോലും പാടില്ല. ഓക്കെ, നോട്ട് വജൈനൽ എക്സാമിനേഷൻ. പിന്നെ അപ്പം അത്രേ ഉള്ളൂ ഇതിൻ്റെ സയൻസിൻ്റെ അകത്ത്. നെക്സ്റ്റ്, ഓക്കെ, മസ്റ്റ് നോട്ട് ബി ഡൺ ഔട്ട്സൈഡ് ദി OT-യിൽ വജൈനൽ എക്സാമിനേഷൻ ചെയ്യാനേ പാടില്ല. അത് ട്രിഗർ ചെയ്യും ഫർദർ സെപ്പറേഷൻ ആയിട്ട്. ഇനി ഡയഗ്നോസിസ് എങ്ങനെയാണ്? ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത് ഒന്ന് പെയിൻലെസ് ആൻഡ് റിക്കറന്റ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗ് ആണ്. അപ്പം മെയിൻലി ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് പ്രഗ്നൻസി അത് ഒരു പേഷ്യന്റ് ബ്ലീഡിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതും സെക്കൻഡ് ഹാഫ് ഓഫ് പ്രഗ്നൻസി റിക്കറന്റ് ആയിട്ട് പെയിൻലെസ് ബ്ലീഡിംഗ് ആണ് എങ്കിൽ നമ്മളത് പ്ലാസന്റ പ്രീവി ആയിട്ട് എടുത്തിരിക്കണം. അൺടിൽ പ്രൂവൻ അതർവൈസ് നമ്മളത് പ്ലാസന്റ പ്രീവി ആയിട്ട് തന്നെ എടുത്തേ പറ്റൂ. ഓക്കെ, ഇനി മൈഗ്രേഷൻ്റെ ഞാൻ നെക്സ്റ്റ് എടുക്കോ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന മെയിൻലി അൾട്രാസൗണ്ട് ആണ് ചെയ്യുന്നത് ലോക്കലൈസ് ചെയ്യാനായിട്ട് പ്ലാസന്റേനെ. അപ്പം അത് നമ്മൾ ട്രാൻസ് അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ചെയ്യാം, ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് ചെയ്യാം, ട്രാൻസ് പെരിനിയൽ, പിന്നെ കളർ ഡോപ്ലറും, അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ചെയ്ത് നോക്കാം. മെയിനായിട്ട് നമ്മൾ ട്രാൻസ് വജൈനൽ ആണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കാരണം പറഞ്ഞല്ലോ, നമുക്ക് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. പ്ലാസന്റൽ എഡ്ജിൽ നിന്നും പ്ലാസന്റയുടെ എഡ്ജിൽ നിന്നും ഇന്റേണൽ ലോസിന്റെ ആ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മൾ ഈ പ്ലാസന്റ പ്രീവിയുടെ ഡയഗ്നോസിസ് നമുക്കിപ്പം ഒരു 32 വീക്സിന് മുമ്പായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്താലും അത് വലിയ കാര്യമില്ല ആക്ച്വലി. കാരണം 32 വീക്സ് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ സംഭവം യഥാർത്ഥത്തിൽ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് എന്ത് ഡേഞ്ചർ ആണ്, എന്ത് റിസ്ക് ആണ് ഉണ്ടാക്കാന്നുള്ളത് നമുക്കൊരു 32 വീക്സ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അതിന് മുമ്പ് അൾട്രാസൗണ്ട് ഇന്നതായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പം 32 വീക്സിന് മുമ്പായിട്ട് നമ്മളൊരു അൾട്രാസൗണ്ട് എടുത്തിട്ട് നമ്മൾ അത് ലോ ലൈങ് ആയിട്ട് നമുക്ക് കാണിക്കാം. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കിനും ഒരു 32 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് ചിലപ്പം കംപ്ലീറ്റ് പ്ലാസന്റ പ്രീവി ആയിട്ട് കാണിക്കും. ഇതിന്റെ കാരണം എന്താണെന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് ഒരു മിസ്നോമർ ആയിട്ടാണ് സംഭവം വരുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു 32 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും അപ്പർ സെഗ്മെന്റും ലോവർ സെഗ്മെന്റും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാവുമ്പോഴത്തേക്കിനും അതിന്റെ പ്ലാസന്റയും അതിനൊത്ത് അതിന്റെ പ്ലേസ് ചേഞ്ച് ചെയ്യും. അപ്പം ഈ പ്ലാസന്റ ഫ്രീ ആയിട്ടുള്ള യൂട്രൈൻ വാൾ ഉണ്ടെന്ന് വെച്ചാൽ പ്ലാസന്റ ഒട്ടിയിരിക്കാത്ത യൂട്രൈൻ വാളിന്റെ ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഓക്കെ,
അപ്പം കൂടുതലായിട്ടും ഈ പ്ലാസൻഡ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഗെസ്റ്റേഷണൽ ഏജ് അപ്പം ഡയഗ്നോസ് ചെയ്യുന്നത് മിക്കവാറും ഒരു 32 വീക്സ് ഒക്കെ ആയി കഴിഞ്ഞാലേ നമുക്ക് ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് ഓഫ് പ്ലാസൻഡ പ്രീവിയ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതാണെന്ന് നമുക്ക് പറയുന്നത് ലൈക്ക് ഇപ്പൊ ലോ ലൈങ് ആണെന്ന് പറഞ്ഞാലും അതൊരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കംപ്ലീറ്റോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് മാറാം. ഓക്കെ, അപ്പം ചെയ്യുന്ന ലൈക്ക് അൾട്രാസൗണ്ടിൽ തന്നെ നമുക്ക് ട്രാൻസ് വെജൈനൽ ആണ് ചോയ്സ് ഓഫ് ഡയഗ്നോസിസ് ഓഫ് പ്ലാസൻഡ പ്രീവിയ. അതിൻ്റെ അകത്ത് നമ്മൾ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലാസൻഡൽ എഡ്ജും ഇന്റേണൽ ഓസും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. അപ്പം പ്ലാസൻഡ ഇന്റേണൽ ഓസിനെ കവർ ചെയ്യുകയാണെങ്കിൽ എത്ര മാത്രം എക്സ്റ്റെന്റ് ഓഫ് പ്ലാസൻഡ ആണ് ഇന്റേണൽ ഓസിനെ കവർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എടാ നെക്സ്റ്റ് എടുത്തു. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പം സെർവിക്സ് ആണ്. കളർ ഇതിപ്പോ നമ്മുടെ സെർവിക്സ് ആണ്. ഓക്കെ, ഈ ഭാഗത്ത് എൻഡോസെർവിക്സ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് പ്ലാസൻഡ വന്ന് കവർ ചെയ്തിരിക്കുകയാണ്. പ്ലാസൻഡൽ എഡ്ജ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇന്റേണൽ ഓസ് ഇവിടെ ആയിട്ടാണ്, പ്ലാസൻഡ ഇവിടെ എത്തിക്കഴിഞ്ഞു. കളർ ചെയ്ത് കൊള്ളാം. ഓക്കെ, മനസ്സിലായോ? ഇത് ഈ ഒരു എൻഡോസർവൈക്കൽ ഏരിയ, എൻഡോസർവിക്സ്, ഇത് നമ്മുടെ ഇന്റേണൽ ഓസ് ആണ്. ഇന്റേണൽ ഓസ് നമ്മുടെ പ്ലാസൻഡയുടെ എഡ്ജ് ഇവിടെ എത്തി അതിനെ കവർ ചെയ്ത് തന്നെയാണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് എടുത്തു. ഓക്കെ, ഇത് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റും. ഫീറ്റസിന്റെ ഹെഡ് പ്ലാസൻഡ, ഫീറ്റസിന്റെ ഹെഡ് ഇവിടെ പ്ലാസൻഡ, ഇന്റേണൽ ഓസിനെ വന്ന് പ്ലാസൻഡ കവർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിലായത്? നെക്സ്റ്റ് എടുത്തു. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് നമ്മൾ മുമ്പേ കോസസ് പറഞ്ഞില്ലേ? ഓക്കെ, ആ കോസുകൾ തന്നെ നമുക്ക് ഇവിടെയും പറഞ്ഞാൽ മതി. അതിന്റെ കൂടെ അബ്രപ്ഷ്യോ പ്ലാസന്റെയും കൂടെ പറയണം. ഞാൻ അടുത്ത ഇതിൻ്റെ അകത്ത് പറയാം. അഡ്ഹറന്റ് പ്ലാസൻഡ ഞാൻ അടുത്തതിന്റെ കൂടെ പറയാം. അപ്പം അഡ്ഹറന്റ് പ്ലാസൻഡ, അബ്രപ്ഷ്യോ പ്ലാസൻഡ, സർക്കംവലേറ്റ് പ്ലാസൻഡ, പിന്നെ വാസ പ്രീവിയ, പിന്നെ എന്തെങ്കിലും അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള ഹെമറേജ്, ലോക്കൽ പോളിപ്സ്, സിയ സെർവിക്സ് ഒക്കെ DD ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാം. നെക്സ്റ്റ് കോംപ്ലിക്കേഷൻ പറയുമ്പോഴത്തേക്കിനും ഓക്കേടാ.